മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രത്തുള്ള ഒരു ഹിറ്റ് സംവിധായകൻ്റെ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ മലയാള സിനിമയിൽ ഈ 90കളിൽ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം വൈഫ് ആനി. അപ്പോൾ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ സ്വന്തം ഷാജി കൈലാസ്. വലിയേട്ടനും നരസിംഹമൊക്കെ എടുത്ത് കിടിലം ഡയലോഗുകൾ വെച്ച് കാച്ചിയ സിനിമകൾ ഉണ്ടാക്കിയ മലയാള സിനിമയുടെ ഹിറ്റ് സംവിധായകരിൽ ഒരാളായിട്ടുള്ള ഷാജി കൈലാസ് സാറിൻ്റെ വീടാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന റോഡ് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണം, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ട്രിവാൻഡ്രത്തുള്ള കുറവൻകോണം ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ഈ കാണുന്ന റോഡ് അകത്തോട്ട് കയറുവാണ് കേട്ടോ. ഈ റോഡിൻ്റെ പേരെന്ന് പറയുന്നത് കൈരളി നഗർ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാവും. നമുക്ക് അകത്തോട്ട് നടക്കാം. നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് ഒരുപാട് കലാകാരന്മാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് നമ്മളിങ്ങനെ ഓരോരോ വീഡിയോകളുമായിട്ട് എത്തുകയാണ്. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീട് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ്. മിക്കുള്ള ആർട്ടിസ്റ്റുകളും ഏകദേശം ഒരു 90 കാലഘട്ടങ്ങളിൽ ഇവിടെ തന്നെയാണ് വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് ട്രിവാൻഡ്രത്ത് ഒരു ടൈമിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെക്കൊണ്ടാണ് എല്ലാവരും ഈ ട്രിവാൻഡ്രത്ത് ഒന്ന് സെറ്റിലായത്. അതിനുശേഷം പിന്നെ ട്രിവാൻഡ്രം വിട്ട് അധികം പേര് പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വരുന്നവർ ട്രിവാൻഡ്രത്ത് തന്നെ സെറ്റിലാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഒരു സംഭവമാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം. എല്ലാ സംഭവങ്ങളും അടുത്തുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇവിടെ ഒരുപാട് കലാകാരന്മാർ ഇവിടെ തന്നെ വീട് വെച്ച് താമസിക്കുന്നത്. നമ്മളെ മുന്നിലായിട്ട് കാണുന്നതാണ് ഷാജി കൈലാസ് വാനി ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ മനോഹരമായിട്ട് കാണണം കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള ഷാജി കൈലാസ് സാറിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മാത്രമല്ല, നമ്മുടെ മലയാള സിനിമയിലെ ഒരു മികച്ച നടിയായിട്ടുള്ള ആനി ചേച്ചിയുടെ കൂടെ വീടാണല്ലോ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ആരെയും കാണുന്നില്ല കേട്ടോ. വീട് പൂട്ടിക്കിടക്കുവാണെന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് ഫ്രണ്ടിൽ കാണുന്ന കണക്കല്ല കേട്ടോ. ബാക്കിലോട്ട് കുറേ ഉണ്ട്. ഫ്രണ്ടിൽ കാണുമ്പോൾ വിചാരിക്കും അത്രേ ഉണ്ടാവുള്ളൂ ഒന്ന്. പക്ഷേ നമ്മൾ പുറകിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, കുറേയേറെ ഭാഗം വരെയും അതിൽ തീരുന്നത് വരെയും വീടാണ്. അത്രയ്ക്കും വലിയൊരു വീടാണ് ഷാജി കൈലാസ് സാറിൻ്റെ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സ്റ്റുഡിയോ സെറ്റപ്പോ അങ്ങനെ എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തിയേറ്റർ സെറ്റപ്പോ ഇതിനകത്തുണ്ടെന്നാണ് തോന്നുന്നത്. ഫിലിമൊക്കെ ഇട്ട് പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അതിനെ കൊണ്ടാണ് ഇത്രയും വലിയൊരു ബാക്ക് സൈഡൊക്കെ കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന സിനിമ എന്ന് പറയുന്നത് ഹണ്ടാണ്. 2024 ആ ഒരു ഫിലിം റിലീസായത്. അതിൽ ഭാവനയും രഞ്ജി പണിക്കറൊക്കെയാണ് മെയിനായിട്ടുള്ള റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ ഫിലിമുകൾ റിലീസാവാനുണ്ട്. ഏതൊക്കെ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ 2026 അല്ലെങ്കിൽ 2027 ആയിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പടങ്ങൾ വരുന്നതായിരിക്കും. ഷാജി കൈലാസ് ലാലേട്ടൻ ടീമിൻ്റെ ഒരു പടം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് മിക്കവാറും 2027 അല്ലെങ്കിൽ 2028 അങ്ങനെ ഒരു പടം വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം ഷാജി കൈലാസ് സാർ ഫിലിമിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് പല വഴിക്കായിരിക്കും. ഷാജി കൈലാസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് പടങ്ങളുണ്ട്. ഇങ്ങനെ ഓർക്കണമെങ്കിൽ അതിനൊരു കഴിവ് വേണം. അദ്ദേഹം ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിന് എപ്പം നമ്മൾ കാണുമ്പോഴും ഒരു പ്രത്യേക ചിരിയോട് കൂടിയാണ് അദ്ദേഹം ഏത് ഇൻ്റർവ്യൂവിലായാലും എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അത്രയും കിടിലം മാസ് സിനിമകൾ എടുത്തു വെച്ച സംവിധായകൻ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ കൈ മാത്രമുണ്ട് അടികൊഴുക്ക് കൊണ്ടുപോയി എങ്ങനെ ഷൂട്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല. സിനിമയുടെ ഷോർട്സുകൾ അനുകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര ഇതുണ്ട്. പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് പണ്ടൊട്ടേ ഉള്ള